നിറഞ്ഞ ഗുരുക്കന്മാര്, ജ്യോതിഷ പണ്ഡിതന്മാര്, ജ്യോതിശാസ്ത്രത്തിലും മറ്റും വിശ്വസിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാര്, ഞാൻ മലയങ്കിരി കെ പുരുഷോത്തമൻ. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് തൃക്കേട്ട നക്ഷത്രത്തിന്റെ ദശയും അതിന്റെ ഗുണദോഷങ്ങളുമാകുന്നു. തൃക്കേട്ട നക്ഷത്രം 4 പാദങ്ങളുള്ള നക്ഷത്രങ്ങളാണ്. അതിൽ 1-ാം പാദത്തിൽ ജനിച്ചാൽ മൂത്ത ജ്യേഷ്ഠനും, 2-ാം പാദത്തിൽ ജനിച്ചാൽ ഇളയ സഹോദരത്തിനും, 3-ാം പാദത്തിൽ ജനിച്ചാൽ പിതാവിനും, 4-ാം പാദത്തിൽ ജനിച്ചാൽ തൽക്കാലുമാകുന്നു. ഇങ്ങനെ ആചാര്യം 4 പാദങ്ങൾ വച്ചിട്ടുണ്ട്. എങ്കിലും അവർ ജനിക്കുന്ന രാശിയുടെ ബലവും വ്യാഴന്റെ ബലവും ശുക്രന്റെ സ്ഥിതിയും ശനിയുടെ സ്ഥിതി അനുസരിച്ച് ഈ ദോഷങ്ങൾ ഏറെക്കുറെ പരിഹരിക്കും. ഇവർ വൃശ്ചികക്കൂറുകാരാണ്. വൃശ്ചികക്കൂറിന്റെ സ്വാധീനം ചൊവ്വയിലും, തൃക്കേട്ട നക്ഷത്രത്തിന്റെ ദശാനാഥൻ ബുധനുമാകുന്നു. അപ്പോൾ ഇവർക്ക് 2 ഇനം ബുദ്ധി ഉണ്ട് എന്ന് പറയാം. ആദ്യം ബുധന്റെ തന്നെ നമുക്ക് ചിന്തിക്കാം. ബുധൻ പണ്ഡിതനാണല്ലോ. അപ്പോൾ അവർ എഴുത്തുകാർ, സാഹിത്യകാർ, നിരൂപകർ, പ്രത്യേകിച്ച് യന്ത്ര സാമഗ്രികൾ കൈകാര്യം ചെയ്യുന്നതിലും മെഡിക്കൽ ബന്ധമുള്ള പഠനത്തിനും ഇവർക്ക് വളരെ നൈപുണ്യം ഉണ്ട്. രണ്ടാമത്തത്, ചൊവ്വ ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് ഇവർക്ക് അല്പദേഷ്യം കൂടുതൽ കാണും. ആയതിനാൽ ഇവർ കൂടുതലും യൂണിഫോം ഇട്ട തൊഴിലുകൾക്കാണ് പ്രാധാന്യം കൽപ്പിക്കുന്നത്. അതായത് സാങ്കേതികവിദ്യ, ആധുനിക സാങ്കേതിക വിദ്യകളായ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ, ഫാർമസി തുടങ്ങിയവയും മറ്റ് ജീവിത വൃത്തിക്ക് വേണ്ടിയുള്ള പല തൊഴിലുകൾ ചെയ്യുവാനുള്ള ശക്തിയും കഴിവും ഇവർക്ക് ഉണ്ടായിരിക്കും. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ സ്ത്രീ പുരുഷ ഭേദമന്യേ സൗന്ദര്യവും നല്ല നിറവും നല്ല ബലവും ഉണ്ടായിരിക്കും. ഇവർക്ക് ചന്ദ്രന്റെ സ്ഥിതി മൂലം ഇടവിട്ട് കഫരോഗങ്ങൾ, പിത്തരോഗങ്ങൾ, വസ്തിരോഗങ്ങൾ എന്നിവ ഉണ്ടായിരിക്കും. എല്ലാവർക്കും വേണമെന്നില്ല. ഇവർ പൊതുവെ സത്യസന്ധന്മാരും നീതിമാന്മാരുമാകുന്നു. മുൻദേഷ്യം ഇവർക്ക് പ്രത്യേകമായി കാണപ്പെടുന്നു. ഇതിന്റെ ഭേദനക്ഷത്രം എന്ന് പറയുന്നത് അശ്വതിയാകുന്നു. മകം, അതുപോലെ തന്നെ രേവതി, ആയില്യം, തൃക്കേട്ട, അശ്വതി ഇവർക്ക് വിവാഹാദി കർമ്മങ്ങൾക്കും മംഗളകർമ്മങ്ങൾക്കും സ്വീകരിക്കുന്നത് ഉത്തമമല്ല. ഇതൊരു ഊന്നാളല്ല. അതുകൊണ്ട് വിവാഹാദി കർമ്മങ്ങൾക്ക് സ്വീകരിക്കുവാൻ സാധിക്കുകയില്ല. ഇവർ സഞ്ചാരത്തിലും മറ്റ് കൃതികൾ രചിക്കുന്നതിലും സാഹിത്യകല, സംഗീതം ഇതിലെല്ലാം പ്രിയമുള്ളവരായിരിക്കും. പൊതുവെ തൃക്കേട്ട നക്ഷത്ര അസുരഗണമായതുകൊണ്ട് മുൻശുണ്ടി കാണിക്കുമെങ്കിലും ഇവർ ശുദ്ധ ഹൃദയക്കാരാണ്. തൻ്റെ സ്നേഹം മറ്റുള്ളവരുടെ പ്രകടിപ്പിക്കാനുള്ള പ്രത്യേക മികവും കഴിവും ഇവർക്കുണ്ടായിരിക്കും. രേവതി, ആയില്യം, തൃക്കേട്ട ഈ 3 ഗണ്ടാന്ത നക്ഷത്രം എന്ന് പറയുന്നത്. ഒപ്പം അശ്വതിക്കും മകത്തിനും മൂലത്തിനും ഗണ്ടാന്ത ദോഷമുണ്ട്. അതുകൊണ്ട് ഇവർക്ക് ദശയുടെ 4-ാം പാദം പൊതുവെ ശുഭമായിരിക്കുകയില്ല. ഗണ്ടാന്തത്തിൽ ജനിച്ചാൽ ആദ്യകാലങ്ങളിൽ കുറച്ച് അരിഷ്ടതകൾ തൃക്കേട്ട നക്ഷത്ര ജാതകർക്കുണ്ടാകും. പിന്നീട് അവ പരിഹരിച്ച് മാറുകയും ചെയ്യും. ഇവർ ബുധദശയിലാണല്ലോ ജനിക്കുന്നത്. ബുധൻ 17 കൊല്ലം ഉണ്ടെങ്കിലും ഏതാണ്ട് നമുക്ക് 10 കൊല്ലം ബുധനെ എടുക്കാം. അപ്പോൾ ബുധദശ
കാലത്ത് പൊതുവെ ഇവർക്കും കുടുംബത്തിനും ഉന്നതികളെ ഉണ്ടാക്കും. 1, 2, 3 കാലങ്ങളിൽ ബാലപീഡകളും ബാലാരിഷ്ടതകളും അനുഭവിക്കും. ശേഷം പഠനം, പിതാവിനും മാതാവിനും തൊഴിൽപരമായ ഉന്നതി, പിതാവിന് മടങ്ങിക്കിടക്കുന്ന ഉദ്യോഗങ്ങൾ ലഭിക്കാനുള്ള ഭാഗ്യം, സൗഭാഗ്യം എന്നിവയും ഇളയ സഹോദരത്തിന്റെ ജനനവും ഈ 10 കൊല്ലത്തിനകത്ത് നടക്കും. ചിലർക്ക് ജാതകപ്രകാരം കുറച്ച് കാണും സന്ധി, ദശയുടെ ബാക്കി ചിലർക്ക് കൂടുതൽ കാണും. അത് നമ്മൾ ഏതാണ്ട് ഇതൊരു സാധാരണ കണക്കിലാണ് പറയുന്നത്. അത് ഈ ദശയുടെ അനുഭവ സിദ്ധിക്ക് വേണ്ടി ദേവീപ്രീതിയും ഹനുമാൻപ്രീതിയും ശിവപ്രീതിയും വരുത്തി ബാലപീഡകളെയും ബാലദുരിതങ്ങളെയും സന്താനങ്ങൾക്ക് മാറ്റിക്കൊള്ളേണ്ടതാകുന്നു. ഇത് മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത ദശ 7 കൊല്ലം കേതുദശ. അങ്ങനെ 17 കൊല്ലം കേതുദശയാകുന്നു. കേതുദശയുടെ തുടക്കത്തിൽ ത്വക്ക് രോഗങ്ങളും ബാലപീഡകളും ഇടവിട്ട് ഇവർക്കുണ്ടാകുമെങ്കിലും പഠനത്തിന് വലിയ തടസ്സങ്ങൾ കാണുകയില്ല. ഈ സമയത്ത് കുടുംബത്തിന് ചിലപ്പോൾ സ്ഥാനമാറ്റങ്ങൾ ഉണ്ടായേക്കാം. സ്ഥാനം മാറിയുള്ള അല്ലെങ്കിൽ പുതുഗ്രഹം വച്ച് അടുത്ത ഗ്രഹത്തിലേക്ക് താമസം മാറാം, അല്ലെങ്കിൽ പിതാവിനോ മാതാവിനോ വിദേശവാസം അനുഭവിക്കാനുള്ള യോഗമുണ്ട്. അങ്ങനെ 17 വയസ്സിനകത്ത് ഇവർക്ക് വിദ്യയ്ക്ക് നല്ല വിജയമുണ്ടാകും. ചിലർക്ക് ചെറിയ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും ഇവർ മഹാലക്ഷ്മിയെയും സരസ്വതി ദേവിയെയും പൂജിച്ചു കൊള്ളണം. പ്രത്യേകിച്ച് മൃത്യുഞ്ജയന്ത്രം ധരിക്കുകയും വേണം. അടുത്തത് ശുക്രദശയാണ്. ശുക്രൻ 20 കൊല്ലം. അപ്പം 37 വയസ്സ് വരെ ശുക്രദശ. ശുക്രദശാകാലത്ത് 18, 19, 21 ഈ കാലങ്ങളിൽ അവർക്ക് പഠനവും, സ്ത്രീകൾക്കാണെങ്കിൽ 21നും 24 മധ്യേ വിവാഹത്തിന് ഒരു യോഗവും, അല്ലെങ്കിൽ 26 ശേഷം വിവാഹത്തിന് മറ്റൊരു യോഗവും കാണുന്നു. ഒപ്പം തന്നെ ഇതിനകം തൊഴിലും ലഭിക്കും. പുരുഷനാണെങ്കിൽ 24നും 25 മധ്യേ നല്ല ഉദ്യോഗവും, 26നും 28 മധ്യേ വിവാഹയോഗവും കാണപ്പെടുന്നു. ശുക്രദശ പൊതുവെ കുടുംബത്തിന് ആണ് കൂടുതൽ പ്രാധാന്യവും ഐശ്വര്യവും നൽകുന്നത്. മാതാപിതാക്കൾക്ക് ഐശ്വര്യം, കുടുംബത്തിൽ വാഹനയോഗം, ഗ്രഹയോഗം, സ്വർണം, മറ്റു ദ്രവ്യങ്ങൾ എന്നിവയെല്ലാം ഈ ശുക്രദശാകാലത്ത് അവർക്ക് അനുഭവമാകുന്നു. ശുക്രന്റെ അനുഭവ സിദ്ധിക്ക് വേണ്ടി മഹാഗണപതിക്ക് ഹോമങ്ങളും സർപ്പരാജാവിന് ആയില്യപൂജയും കുടുംബദേവതാ പ്രീതിയും വരുത്തുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. അത് കഴിഞ്ഞാൽ ആദിത്യദശ 6 കൊല്ലം. ആദിത്യദശയിൽ ഇവർക്ക് നല്ല സന്താനത്തിന്റെ യോഗബലവും പ്രവൃത്തി ഗുണവും, ഒപ്പം 27, 28 ഇവർക്ക് സന്താനത്തിന്റെ യോഗം, ആദ്യത്തെ സന്താനം. പിന്നെ 33, 35 മറ്റൊരു സന്താനത്തിന്റെ യോഗം കൂടെ അനുഭവമാകും. സ്ത്രീകൾക്കാണെങ്കിൽ 26, 28, 29, 30 നല്ല സന്താനങ്ങൾ ലഭിക്കും. ആദിത്യദശയിൽ പൊതുവെ തൊഴിൽപരമായ ഉന്നതി, പിതാവിന് ഉന്നതി, സ്ഥാനക്കയറ്റം, സ്ഥാനമാറ്റങ്ങൾ എന്നിവയും, ഇടവിട്ട് പിതാവിന് അല്പാൽപ ശാരീരിക മാനസിക പീഡകളും അനുഭവിക്കേണ്ടി വരും. ഈ ദശയുടെ അനുഭവ സിദ്ധിക്ക് വേണ്ടി ശിവന് ജലധാര, മൃത്യുഞ്ജയാർച്ചന, അതുപോലെ തന്നെ പ്രധാന ശിവക്ഷേത്രങ്ങളിൽ പോവുകയും വഴിപാട് നടത്തുകയും ചെയ്യുന്നത് ഇവർക്ക് ഉത്തമമായിരിക്കും. അടുത്തത് ചന്ദ്രദശ 10 കൊല്ലം. ചന്ദ്രദശ പൊതുവെ മനസ്സിൻ്റെയും സാന്നിധ്യത്തിൻ്റെയും ഫലങ്ങൾ നൽകും. ചന്ദ്രനാണല്ലോ ഇവർക്ക് കൂറിൽ നിൽക്കുന്നത്. അതുകൊണ്ട് നല്ല ഫലങ്ങൾ തന്നെയായിരിക്കും നടത്തുക. സന്താനങ്ങൾക്ക് പഠനപുഷ്ടി, ഔദ്യോഗിക കാര്യങ്ങളിൽ വിജയം, ഗ്രഹയോഗം, ഗ്രഹം നന്നാക്കൽ, ചിലപ്പോൾ വിദേശത്തോ സ്വദേശത്തോ ഉള്ള താമസമാറ്റങ്ങൾ എന്നിവയെല്ലാം ചന്ദ്രദശയിൽ അനുഭവമാകുന്നു.
പ്രത്യേകിച്ച് ചന്ദ്രദശാകാലത്ത് മാതാവിൻ്റെ ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളുക. ചന്ദ്രദശയുടെ തുടക്കത്തിലും അന്ത്യത്തിലും ചില ബന്ധുക്കൾക്ക് അരിഷ്ടതകളും ഫലം. ചന്ദ്രദശയുടെ അനുഭവ സിദ്ധിക്ക് വേണ്ടി ദേവിപ്രീതി, വിഷ്ണുപ്രീതി, ശിവപ്രീതി വരുത്തുക. ദേവിക്ക് കുങ്കുമാർച്ചന, രക്തപുഷ്പാഞ്ജലി അർച്ചന എന്നിവ പ്രത്യേകിച്ച് നടത്തേണ്ടതാകുന്നു. അത് കഴിഞ്ഞാൽ ചൊവ്വാദശ 7 കൊല്ലം. ചൊവ്വ പൊതുവെ ഇവർക്ക് വലിയ ദോഷങ്ങൾ ചെയ്യുകയില്ല. ചൊവ്വാദശയിൽ സന്താനങ്ങൾക്ക് വിവാഹാദി മംഗളകർമ്മങ്ങൾ, കുടുംബത്തിന് ഐശ്വര്യം, ഭൂമിനേട്ടം എന്നിവയെല്ലാം അനുഭവമാകുന്നു. ദശാന്ത്യം യാത്രകൾ പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളണം. ഈ ദശയുടെ അനുഭവ സിദ്ധിക്ക് വേണ്ടി മുരുകന് പഞ്ചാമൃതാഭിഷേകവും ദേവീപൂജയും ശിവപ്രീതിയും വരുത്തിക്കൊള്ളുക. അത് കഴിഞ്ഞാൽ രാഹുൽ ദശ 18 കൊല്ലം. രാഹുൽ ദശയുടെ തുടക്കത്തിൽ അല്പ അനിഷ്ടതകൾ ഉണ്ടാക്കുമെങ്കിലും പിന്നീട് ഉന്നതിയും ഭാഗ്യവും, വിദേശത്തിരിക്കുന്നവർക്ക് സ്വദേശത്ത് വരികയും സ്വദേശത്തുള്ളവർക്ക് വിദേശത്ത് പോകാനുള്ള യോഗവും ഈ ദശയിൽ അനുഭവം. രാഹു കുടുംബനാഥനായതുകൊണ്ട് കുടുംബത്തിന് ശ്രേഷ്ഠതയും കുടുംബ ഐശ്വര്യവും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ കൊണ്ടുള്ള നേട്ടങ്ങളും മാനസിക ശാരീരിക അവസ്ഥകളും സുഖവും സന്തോഷവും വിളയാടും. രാഹുൽ ദശയ്ക്ക് ചില പ്രത്യേക രോഗങ്ങളുണ്ട്. ത്വക്ക് രോഗം, അലർജി രോഗം, അതുപോലെ തന്നെ വീഴ്ച, ഇവയെല്ലാം ഈ ദശയിൽ ചിലർക്കെങ്കിലും ചെറിയ തോതിൽ അനുഭവം ഉണ്ടാകും. അതിനുവേണ്ടി പ്രധാനപ്പെട്ട നാഗക്ഷേത്രങ്ങളിൽ പോയി പൂജാകർമ്മങ്ങൾ നടത്തിക്കൊള്ളുക. അത് കഴിഞ്ഞാൽ വരുന്നത് വേഴദശ 16 കൊല്ലം. വേഴൻ സർവേശ്വരകാരകനാണല്ലോ. അതുകൊണ്ട് വേഴദശയിൽ ഇവർക്ക് ജീവിതത്തിൽ നല്ല അനുകൂലങ്ങൾ ഉണ്ടാകും. വിശ്രമജീവിതം, പുത്രപൗത്രായ സൗഖ്യം, സൽകീർത്തി, ബന്ധുജനകീർത്തി, ധനാദി നേട്ടങ്ങൾ, ഇഷ്ടസിദ്ധി, കാര്യലാഭം, വിജയങ്ങൾ എന്നിവയും ഫലങ്ങളാകുന്നു. ശേഷം ദൈവാധീനമുണ്ടെങ്കിൽ 19 കൊല്ലം ശനിദശ. അത് കഴിഞ്ഞ ബുധദശ. ഇങ്ങനെ ദശകൾ മാറി വരുന്നു. ഇവർക്ക് ധരിക്കേണ്ട രത്നങ്ങൾ ബുധദശയിൽ ജനിച്ചതുകൊണ്ട് മരതകവും, കേതുദശയിൽ അടുത്ത ബുധൻ കഴിഞ്ഞാൽ വരുന്ന കേതുദശയിൽ വൈദൂര്യവും, അടുത്ത ശുക്രദശയിൽ വൈരക്കല്ലും, ആദിത്യദശയിൽ ചുവന്ന രത്നവും, ചന്ദ്രദശയിൽ മുത്തും, ചൊവ്വാദശയിൽ പൗരവും, രാഹുവിൽ ഗോമേതകവും, വേഴൻ പുഷ്യരാഗവും ധരിച്ചു കൊള്ളേണ്ടതാകുന്നു. പിന്നീട് ഇവർക്ക് പ്രത്യേകമായി ചെയ്യേണ്ട പൂജാകർമ്മങ്ങൾ ബുധദശയ്ക്ക് വേണ്ടി ഹനുമാൻക്ഷേത്ര ദർശനം, കേതുദശയിലെ അനുഭവ സിദ്ധിക്ക് വേണ്ടി പുണ്യനാഗക്ഷേത്രങ്ങളിൽ ദർശനം, ഗണപതി ക്ഷേത്രങ്ങളിൽ ദർശനം, ശുക്രന്റെ അഭിഷ്ടസിദ്ധിക്ക് വേണ്ടി ദേവീക്ഷേത്ര ദർശനം, ഗണപതി ക്ഷേത്ര ദർശനം തുടങ്ങിയവയും, അത് കഴിഞ്ഞാൽ ആദിത്യദശയുടെ അനുഭവ സിദ്ധിക്ക് വേണ്ടി സർപ്പപ്രീതിയും ശിവന് ജലധാരയും ശിവക്ഷേത്ര ദർശനവും ആവശ്യമാകുന്നു. അത് കഴിഞ്ഞാൽ ചന്ദ്രദശയിൽ ദേവീപൂജ, ശിവപൂജ എന്നിവ നടത്തിക്കൊള്ളേണ്ടതാണ്. അത് ഒപ്പം വേഴദശയിൽ വിഷ്ണു ക്ഷേത്ര ദർശനവും ശിവക്ഷേത്ര ദർശനവും ആവശ്യമാകുന്നു. നല്ല വിവാഹബന്ധം ലഭിക്കുവാൻ വേണ്ടി ശുക്രദശയിൽ ശ്രീ പുരുഷ വേദമെന്ന് ഉമാമഹേശ്വരി അർച്ചനയും പുണ്യക്ഷേത്ര ദർശനവും സ്വയംവര അർച്ചനയും നടത്തിക്കൊള്ളേണ്ടതാകും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ തൽക്കാലം ചുരുക്കുന്നു. നമസ്തേ.